ഹായ് ഓൾ, നമ്മുടെ മാത്സ് ഗ്രൂപ്പിൽ ഇതുപോലൊരു ആപ്ലിക്കേഷൻ ഞാൻ അയച്ചിരുന്നു. നോക്കൂ, ഇവിടെ നമ്മൾ റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം എല്ലാം പോകുന്നുണ്ട്. പിന്നെ തുല്യ ത്രികോണങ്ങൾ എന്ന ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു ടെക്സ്റ്റ് വരുന്നു, കൂടാതെ ഒരു ചെക്ക് ബോക്സ് വരുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ തെളിയുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒന്നാമത്തെ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ചെക്ക് ബോക്സ് വരുന്നു. നോക്കൂ, രണ്ടാമത്തെ ചെക്ക് ടിക്ക് ചെയ്യാം, അപ്പോൾ മൂന്നാമത്തെ വരുന്നു, കൂടാതെ രണ്ടാമത്തുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെ വരുന്നു. മൂന്നാമത്തെ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ വരുന്നു. റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പോകുന്നു. എങ്ങനെയാണ് ഇതുപോലെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാം നോക്കാം. നോക്കൂ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്കാവശ്യമായിട്ടുള്ള ടെക്സ്റ്റുകളും ചിത്രങ്ങളൊക്കെ ജിയോജിബ്രയിൽ എത്തിക്കുക എന്ന കാര്യമാണ്. അതിന് നമുക്ക് ഇവിടെയുള്ള ഇമേജ് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിക്കാം. ഇതൊക്കെ ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ക്രോപ്പ് ചെയ്തെടുത്ത ചിത്രങ്ങളാണ്. ഇത് ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനിഷൻ കോപ്പി പേസ്റ്റ് ചെയ്തതാണ്. ഇത് ഞാനിവിടെ ടൈപ്പ് ചെയ്തതാണ്. ഞാൻ ഇതിലൊക്കെ നമുക്ക് വേണ്ട രീതിയിൽ ക്രമീകരിക്കുന്നു. ഹെഡിങ് ഇവിടെ വെച്ചു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് വരണം, അതതിൻ്റെ താഴെ വെച്ചു. പിന്നെ ഒന്നാമതായിട്ട് എനിക്ക് ഈ ഒരു പോയിൻ്റ് വരണം, അതിൻ്റെ ചിത്രം അതിൻ്റെ കൂടെ വരണം. പിന്നെ രണ്ടാമത് ഈ പോയിൻ്റ് വരണം, അതിൻ്റെ ചിത്രം കൂടെ വരണം. മൂന്നാമത് ഈ പോയിൻ്റ്. നമുക്ക് എന്ത് ചെയ്യാം, സ്പേസുകളൊക്കെ ക്രമീകരിച്ച് വെക്കാം. ഇനി നമുക്ക് ചെക്ക് ബോക്സുകൾ ഉണ്ടാക്കണം. കാരണം ഇവിടെയുള്ള ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഓരോന്നും വരണം. അപ്പോൾ ഞാനതിന് ചെക്ക് ബോക്സ് എടുത്തിട്ട് ടൂൾ എടുത്തിട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഫസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. അതിന് പേര് ഞാൻ ഒന്നാമത്തെ എന്നർത്ഥത്തിൽ 1 കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഈ ചെക്ക് ബോക്സ് നമ്മൾ ടിക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നും സംഭവിക്കുന്നില്ല. കാരണം ഈ ചെക്ക് ബോക്സുമായിട്ട് നമ്മൾ ഈ ചിത്രങ്ങളെ കണക്ട് ചെയ്തിട്ടില്ല. ഒക്കെ ലാസ്റ്റ് നമുക്ക് ചെയ്യാം. വീണ്ടും ചെക്ക് ബോക്സ് എടുക്കുന്നു, എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, അതിന് 2 എന്ന പേര് കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ടൂൾ എടുത്തതിന് ശേഷം നോക്കൂ, അതിന് 3 എന്ന പേര് കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് ഈ ചെക്ക് ബോക്സ് ഒന്ന് ക്രമീകരിച്ച് വെക്കാം. ശരി, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ ചെക്ക് ബോക്സിലേക്കും എന്ത് ചെയ്യുന്നു, അതാത് അതിന് നേരെയുള്ള ഇമേജുകളെ കണക്ട് ചെയ്യുന്നു. എങ്ങനെയാണ് ഈ ചിത്രങ്ങളൊക്കെ ഓരോ ചെക്ക് ബോക്സിനെ കണക്ട് ചെയ്യാൻ നോക്കാം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ചെക്ക് ബോക്സിന് പേര് അറിയണം. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ അറിയാം. അതിൻ്റെ പേര് എ ആണ്, ഇതിൻ്റെ പേര് ബി എന്നാണ്, ഇതിൻ്റെ പേര് സി എന്നാണ്. ഓക്കെ, അപ്പോൾ എ ബി സി ആണ് ചെക്ക് ബോക്സിലൂടെ പേര്. ഞാൻ എന്ത് ചെയ്യുന്നു, ആദ്യം സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് കൺട്രോൾ കീ പ്രസ് ചെയ്ത് വീണ്ടും സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ മേലെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, സെറ്റിങ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി അഡ്വാൻസ് എന്ന ഭാഗത്ത് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം കണ്ടീഷൻ ടു ഷോ ഒബ്ജക്റ്റ് എന്ന ഭാഗത്ത് ഞാനിവിടെ എ എന്ന് കൊടുക്കുന്നു. അഥവാ അതിൻ്റെ അകത്തുള്ള ഈ 2 ഒബ്ജക്റ്റും എപ്പോഴാണ് ഷോ ആവേണ്ടത്, എ എന്ന ഈ ഒരു ചെക്ക് ബോക്സ് ടിക്ക് വരുമ്പോൾ. അതതിൻ്റെ അർത്ഥം ജസ്റ്റ് എൻ്റർ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ നോക്കൂ, ഇത് ടിക്ക് വരാത്തത് കൊണ്ട് രണ്ടും ഹൈഡായിപ്പോയി. ജസ്റ്റ് ടിക്ക് ചെയ്ത് നോക്കാം, 2 വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും എങ്ങനെ ഇത് കണക്ട് ചെയ്ത് നോക്കാം. ഇതുപോലെ തന്നെ ജസ്റ്റ് ടിക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും ഒന്നിനെ മേലെ റൈറ്റ് വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അഡ്വാൻസ് എന്ന ഓപ്ഷനിൽ ഒബ്ജക്റ്റ് കാണുന്ന കണ്ടീഷൻ കൊടുക്കുക. ഇവിടെ നമ്മൾ ബി എന്ന പേരാണ് കൊടുക്കുന്നത്. ദെൻ എൻ്റർ ചെയ്യുക. ഓക്കെ, അൺചെക്ക് ചെയ്ത് നോക്കാം, പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സക്സസ് ആണ്, ഓക്കെ ആണ്. ഇതേപോലെ തന്നെ ഇത് നമുക്ക് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഓക്കെ, ദെൻ സി എന്ന് പേര് കൊടുക്കാം. സി കൊടുത്തു, എൻ്റർ ചെയ്തു, അൺചെക്ക് ചെയ്യാം. ശരി, അതും പോയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഈ ഒരു ബട്ടൺ ടിക്ക് ചെയ്യുമ്പോൾ മാത്രം ഈ ബട്ടൺ വന്നാൽ മതി. അതെങ്ങനെ ചെയ്യാം? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ബട്ടൻ്റെ സെറ്റിങ്സ് ബോക്സ് എടുക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ബി ആണ്, സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് പറയുക അഡ്വാൻസ് എന്ന ഭാഗത്ത്. ഇപ്പോൾ നോക്കൂ, ബിയുടെ സെറ്റിങ്സ് ബോക്സ് ആണിത്. അവിടെ നമ്മൾ പറയുകയാണ് ബി എനിക്ക് എപ്പോൾ കണ്ടാൽ മതി, എ എന്ന ചെക്ക് ബോക്സ് ഓൺ ആകുമ്പോൾ. അപ്പോൾ എ എന്ന പേര് ജസ്റ്റ് കൊടുത്താൽ മതി. അതിൻ്റെ അർത്ഥം എ ട്രൂ ആകുമ്പോൾ ബി വരും എന്നാണ്. എൻ്റർ ചെയ്യുന്നു. ഇപ്പോൾ നോക്കൂ, ഇത് പോയി. കാരണം എ എന്തല്ല, ട്രൂ അല്ല. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വന്നു, ഈ രണ്ടാമത്തെ ചെക്ക് ബോക്സും വന്നു. അൺചെക്ക് ചെയ്യാം. ഓക്കെ, വരുന്നു. ഈ രണ്ടാമത്തെ ടിക്ക് വീഴുമ്പം നമുക്ക് എന്ത് വന്നാൽ മതി, ഈ ചിത്രങ്ങൾ എന്തായാലും വരും, കൂടാണ്ട് ഇത് വന്നാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ സെറ്റിങ്സ് ബോക്സ് എടുക്കുക, എന്നിട്ട് അവിടെ അഡ്വാൻസ് എന്ന ഭാഗത്ത് ബി എന്ന് കൊടുക്കുക. ബി മീൻസ് രണ്ടാമത്തെ, ഇത് ഓൺ ആകുമ്പോൾ ഇത് വന്നാൽ മതി. എൻ്റർ ചെയ്യുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഓണാക്കി, അപ്പോൾ ഇത് വന്നു. ഇത് ടിക്ക് ചെയ്യുമ്പോൾ അതിന് കൂടുതൽ വരുന്നുണ്ട്.
അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു തുല്യ ത്രികോണ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പം ഈ ഒരു ടെക്സ്റ്റ് വരണം. അത് നമ്മൾ എന്താ ചെയ്യുന്നത്, മറ്റൊരു ചെക്ക് ബോക്സ് ഉണ്ടാക്കും. ഇവിടെ ക്ലിക്ക് ചെയ്യും, എന്നിട്ട് ഇവിടെ നമ്മളൊരു പേര് കൊടുക്കും. തൽക്കാലം ഞാനിവിടെ പേര് പാരഗ്രാഫ് കൊടുക്കുന്നു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നോക്കൂ, ഇത് അൺചെക്ക് ചെയ്യുമ്പോൾ ഒന്നും സംഭവിക്കുന്നില്ല. കാരണം ഈ ചെക്ക് ബോക്സിലേക്ക് ഇത് കണക്ട് ചെയ്തിട്ടില്ല. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇതിന് മേലെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെറ്റിങ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അഡ്വാൻസ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ ഇതിൻ്റെ പേര് എടുക്കുക. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പേര് ഡി എന്നാണ് തോന്നുന്നു. ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഇതിൻ്റെ പേര് ഡി തന്നെയാണ്. ഓക്കെ, ശരി. ഒന്നും കൂടി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് ഇതിൻ്റെ സെറ്റിങ്സ് ബോക്സ് ആണെന്ന് ഉറപ്പിക്കുന്നു. എന്നിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡി എന്ന പേര് എടുക്കുന്നു. അഥവാ ഡി ടിക്ക് വരുമ്പോൾ ഇത് കാണുക. ജസ്റ്റ് എൻ്റർ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ശരിയായി നോക്കാം, അൺചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ശരിയാണ്. പക്ഷേ നമുക്ക് ഇത് ടിക്ക് ചെയ്യുമ്പോഴല്ല ഇത് വരേണ്ടത്, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് വരണം. നമുക്ക് ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ടെക്സ്റ്റിനെ ഒരു ബട്ടണാക്കി മാറ്റണം. നമുക്കറിയാം ബട്ടണിൻ്റെ ഒരു ഉപയോഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൂടാണ്ട് എന്തിനേയും നമുക്ക് ബട്ടണാക്കാം. ഇവിടെ നമ്മൾ തുല്യ ത്രികോണം എന്ന ടെക്സ്റ്റിനെ ബട്ടണാക്കാൻ പോവുകയാണ്. നമ്മൾ ഇത്ര ചെയ്താൽ മതി. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നതിന് മേലെ സെറ്റിങ്സ് എടുക്കുന്നു, എന്നിട്ട് സ്ക്രിപ്റ്റിംഗ് എന്ന ഭാഗത്ത് ഓൺ ക്ലിക്ക് അഥവാ ക്ലിക്ക് ചെയ്യുമ്പോൾ സംഭവിക്കാനുള്ള കാര്യം നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്. അവിടെ സെറ്റ് എസ് ക്യാപിറ്റലാണ്, വാല്യൂ ബി ക്യാപിറ്റലാണ്, ബോക്സ് ഇടുന്നു. എന്നിട്ട് ഞാൻ പറയുകയാണ്, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കൂ, ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ, ഈ ടെക്സ്റ്റിന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പാരഗ്രാഫിൻ്റെ വാല്യൂ അഥവാ ഇതിൻ്റെ ശരിക്കുള്ള പേര് ഡി എന്നാണ്. അതിൻ്റെ വാല്യൂ എന്താവണം, ഫാൾസ് ആവണം. എന്ന് വെച്ചാൽ ഈ ടിക്ക് ട്രൂ ആകണം. ട്രൂ. അതിൻ്റെ അർത്ഥം ഇവിടെ ഞാൻ എപ്പം ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇതിൻ്റെ ടിക്കില്ലാത്ത അവസ്ഥയിൽ നിന്ന് ടിക്കിലേക്ക് വന്നിട്ട് ഇത് ഷോ ചെയ്യണം. ഇത് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. ഓക്കെ, ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് തൽക്കാലം ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് ഓഫാക്കിയിടാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാൻ എന്താ സംഭവിക്കുന്നത്, അത് ശരിക്കും ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഓൺ ആവണം. അപ്പോൾ ഈ ടെക്സ്റ്റ് വരണം. കണ്ടോ, ഇത് ഓണായി ടെക്സ്റ്റ് വന്നു. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച വരക്കായി. പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കിത് തിരിച്ച് സാധാരണ ഇങ്ങനത്തെ അൺചെക്ക് അവസ്ഥയിലേക്ക് ഇത് പോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെയൊക്കെ മാറ്റാൻ നമ്മൾ റീസെറ്റ് ബട്ടൺ ഉണ്ടാക്കുക. ബട്ടൺ കൊടുക്കുന്നു, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, പേര് നമ്മൾ റീസെറ്റ് എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ ഇതുപോലെ ടൈപ്പ് ചെയ്യുന്നു, സെറ്റ് വാല്യൂ. എന്നിട്ട് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം എയുടെയും ബിയുടെയും ഒക്കെ വാല്യൂ അഥവാ ടിക്കൊക്കെ എന്താണ് പോകണം. അപ്പോൾ ഞങ്ങൾ പറയുന്നു എ എന്ന ചെക്ക് ബോക്സിൻ്റെ വാല്യൂ എന്താണ്, ഫാൾസ്. ദാറ്റ് മീൻസ് അത് ടിക്ക് ഒഴിവാകണം. അത് കോപ്പി ചെയ്യുന്നു, താഴെ എൻ്ററടിച്ച് പേസ്റ്റ് ചെയ്യുന്നു, പേര് ബി എന്നാക്കുന്നു. അതിൻ്റെ അർത്ഥം ബി എന്ന ചെക്ക് ബോക്സിൻ്റെ വാല്യൂവും ഫാൾസ് ആവണം അഥവാ ടിക്ക് ഒഴിയണം. ടിക്ക് മാറിപ്പോകണം, ടിക്ക് വരരുത്. സി എന്ന് കൊടുക്കുന്നു, വീണ്ടും ഒന്നുകൂടി കോപ്പി ചെയ്യുന്നു, എന്നിട്ട് ഡി എന്ന് കൊടുക്കുന്നു. അതിൻ്റെ അർത്ഥം നമ്മളിവിടെ ഉണ്ടാക്കിയ എല്ലാ ചെക്ക് ബോക്സിൻ്റെയും ചെക്കിങ് അഥവാ ടിക്ക് മാർക്ക് എന്ത് ചെയ്യുന്നു, ഒഴിവാകുമ്പോൾ എപ്പോൾ നമ്മൾ ഈ ഒരു റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നീക്കി വെക്കാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം. കണ്ടോ, ഓൾറെഡി ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വന്നത്. നമുക്ക് കംപ്ലീറ്റ് പോയി. ജസ്റ്റ് നമുക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് വെക്കാം. ഇവിടെ ഓണായി. നോക്കൂ, എല്ലാം വന്നു. രണ്ടാമത്തെ വന്നു, ഇവിടെയും വന്നു, മൂന്നാമത്തെ വന്നു. പക്ഷേ ഇവിടെ ചെറിയ വിഷയമുണ്ട്. റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ഇവിടെ ഈ 1 എന്നുള്ള ഈ ഒരു സംഭവം അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ, നമ്മൾ ഇതിന് പ്രത്യേകിച്ച് കണ്ടീഷൻ കൊടുത്തിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പാരഗ്രാഫ് ഓൺ ആകുമ്പോൾ ഇത് വരും മാത്രം ഇത് ഓൺ ആയാൽ മതി. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ മേലെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പറയുക അഡ്വാൻസിൽ ഡി എന്ന് പേര് കൊടുക്കുക. അതിൻ്റെ അർത്ഥം ഡി ഓൺ ആകുമ്പോൾ ഇത് വന്നാൽ മതി. എൻ്റർ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നോക്കൂ, എല്ലാം പോയി. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഇത് ഓണായി, ടെക്സ്റ്റ് വന്നു, ഇത് വന്നു. നോക്കൂ, അടുത്ത വന്നു. പക്ഷേ അപ്പോൾ റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ ഉണ്ട്. നമ്മൾ എന്താ മതി, ജസ്റ്റ് അത് ഹൈഡ് ചെയ്താൽ മതി. നോക്കൂ, ഇപ്പോൾ ഈ 2 കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, ടെക്സ്റ്റ് വന്നു, കൂടെ 1ാമത്തെ പോയിൻ്റ് വന്നു, അത് ക്ലിക്ക് ചെയ്തു, ചിത്രം വന്നു, 2ാമത്തെ പോയിൻ്റ് ഓപ്ഷൻ വന്നു, ചിത്രം വന്നു, 3ാമത്തെ പോയിൻ്റ് ഓപ്ഷൻ വന്നു. ഓക്കെ, ഇങ്ങനെ ഇതുപോലെ വളരെ രസകരമായിട്ട് വെറും ചെക്ക് ബോക്സ് മാത്രം ഉപയോഗിച്ച് മാത്സിലെ പ്രധാനപ്പെട്ട പോയിൻ്റുകളൊക്കെ ഇങ്ങനെ കാണിക്കാൻ സാധിക്കും.